കുറ്റിയാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ 500 തെങ്ങിനും 1000 കവുങ്ങിനും ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളം ചെയ്യണ ഒരു ദൃശ്യമാണ് കാണുന്നത്. അത് ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു പൊതയിട്ടുകൊണ്ടിരുന്നത്. ഇതിനെ നമ്മൾ മാറ്റി വേറൊരു രീതിയിലേക്ക് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്നത് ഇപ്പം മഴ കഴിഞ്ഞ ഉടനെ അത്യാവശ്യം രോഗമില്ലാത്ത തെങ്ങുകളായതുകൊണ്ട് പൊട്ടാഷും അതുപോലെ തന്നെ ഭൂമി പവറും നമ്മൾ മണ്ണിൽ കൊടുത്തു, 4 കുഴിയിലായിട്ട് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നു. അതിനകത്ത് ഏകദേശം 5 ഐറ്റം സാധനങ്ങൾ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ആദ്യം കുഴികളിലെല്ലാം ഏകദേശം ഒരു കുറച്ച് 1 ലിറ്റർ വരുന്ന രീതിയിൽ ഒഴിക്കും. അതിനുശേഷം തെങ്ങിനോട് ചേർത്ത് ഒഴിക്കും. ഈ തെങ്ങിനോട് ചേർത്ത് ഒഴിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വേരിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേരിലേക്ക് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ പൊതയൊന്ന് റീഅറേഞ്ച് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളിവിടെ കുറ്റിയാടി ഭാഗത്ത് ചെയ്യുന്നത്. അതിപ്പം ഇനി ഈ പൊത റീഅറേഞ്ച് ചെയ്തത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് പൊത ഇങ്ങനെയാണ് ഇവിടേക്ക് ഇട്ടിരുന്നത്. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് വേറൊരു രൂപത്തിലേക്കാക്കും. അത് കാണിച്ചു തരാം. സാറേ ഒരു ഹായ് പറഞ്ഞില്ലേ? സാറ് തോമസ് സാറ് കുറ്റിയാടിയിലെ ഫാമിൻ്റെ ഓണറാണ്. ഇത് പ്രിൻസ് സാറ് ഒരു ഹായ് പറഞ്ഞിട്ട്. തോമസ് സാറിൻ്റെ അനിയനാണ്. ഇതാണ് നമ്മളിപ്പോൾ പൊത മാറ്റിയത്. നേരത്തെ കണ്ട പൊത കണ്ടില്ലേ? ഇപ്പം ഇതുപോലെയാണ് നമ്മൾ പൊത ഇടേണ്ടത്. അപ്പോൾ ഇതുപോലെ പൊത ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇതിൻ്റെ അടിയിലൊരു മൈക്രോ ക്ലൈമറ്റ് ചെയ്യുക എന്നുള്ള മാത്രമല്ല, നമുക്ക് ഇത് മറിക്കുക എന്ന് പറയുന്ന പരിപാടി, തടമെടുക്കുക എന്ന് പറയുന്ന പരിപാടി നമുക്കില്ല. അപ്പം ഇതുപോലെ കിടന്നിരുന്ന പൊത നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം 100 തെങ്ങിനുള്ള കൂട്ടുക ചെയ്യുന്ന ഗ്രോയുണ്ട്, നൈട്രോക്കിംഗ് ഉണ്ട്, ഓർഗാനിക് പൊട്ടാഷ് ഉണ്ട്, ബ്ലൂമുണ്ട്, അതുപോലെ പ്രീമിയം ഉണ്ട്. ഇതെല്ലാം 100 തെങ്ങിനുള്ളത് നമ്മൾ കൂട്ടി, എന്നിട്ട് 1 ലിറ്റർ ഇതിൽ നിന്ന് എടുത്തിട്ട് 15 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഓരോ ചോട്ടിലും നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മളിതുപോലെ പൊതയിട്ട് കൊടുക്കുന്നത്. ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.